വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നികുതിദായകർക്ക് കാര്യമായ ആനുകൂല്യങ്ങളില്ലാതെ കേന്ദ്ര പൊതു ബജറ്റ് അവതരിപ്പിച്ചു. ആദായ നികുതി ഇളവിൽ മാറ്റമില്ല. 5 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് നൽകിയിരുന്ന റിബേറ്റ് 5000 രൂപയാക്കി ഉയർത്തി. ആധാറിന് നിയമപരിരക്ഷ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗ്രാമീണ കാർഷിക മേഖലയ്ക്ക് നിരവധി പദ്ധതികളും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിവരങ്ങൾ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നിരവധി ഉൾപ്പെടുത്തിയാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്റെ 3ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, നികുതി പരിഷ്കരണങ്ങൾ തുടങ്ങി 9 മേഖലകൾക്ക് പ്രാധാന്യമെന്ന ആമുഖത്തോടെയുള്ള ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മാത്രമായി മാറ്റിവെച്ചത് 35,984 കോടി രൂപ. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. കർഷകർക്ക് 9 ലക്ഷം കോടിയുടെ വായ്പ എന്നിവയും പ്രഖ്യാപിക്കുകയുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 38,500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. BPL കുടുംബങ്ങൾക്ക് പാചകവാതക സബ്സിഡി ലഭിക്കാൻ പ്രത്യേക പദ്ധതി കൊണ്ടുവരും. അതേസമയം നികുതിദായകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആദായ നികുതി ഇളവിൽ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ 5 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവരുടെ ആദായ നികുതി റിബേറ്റ് 2000 നിന്നും 5000 ഉയർത്തിയത് ഒരു ചെറിയ ആശ്വാസം നൽകുന്നു. വീട്ടുവാടക ശമ്പള ഇനത്തിൽ ലഭിക്കാത്തവർക്ക് നൽകേണ്ട നികുതി ഇളവിന്റെ പരിധി 24,000 നിന്ന് 60,000 ഉയർത്തിയിട്ടുണ്ട്. ആധാറിന് നിയമപരിരക്ഷ നൽകി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. രാജ്യത്തെ റോഡ് വികസനത്തിനായി 97,000 കോടി രൂപ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. മുതിർന്ന പൗരന്മാർക്കാകട്ടെ ഇക്കാര്യത്തിൽ 30,000 രൂപ അധികമായി ലഭിക്കും. 3000 ജനറിക് മരുന്നു കേന്ദ്രങ്ങൾ ആരംഭിക്കും. ജില്ലാ ആശുപത്രികളെല്ലാം ഡയാലിസിസ് കേന്ദ്രങ്ങൾ. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2.21 ലക്ഷം കോടി രൂപയും മാറ്റിവെച്ചു. പഴയ 160 വിമാനത്താവളങ്ങൾ 50 മുതൽ 100 കോടി രൂപ വരെ ചെലവഴിച്ച് നവീകരിക്കും. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് കഴിഞ്ഞ വർഷം 70 കോടിക്കടുത്ത് അനുവദിച്ചെങ്കിൽ ഇത്തവണ അത് 63 കോടിയായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ വകുപ്പിനെ ഓഹരി നിക്ഷേപ വകുപ്പായും പുനർനാമകരണം ചെയ്തു. സന്തോഷ്, കേരളത്തിന്റെ കാര്യം കൂടി എടുത്താൽ കേരളത്തിന് കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. കേരളത്തിന് ബജറ്റ് നിരാശാജനകമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉയർന്നു വരുന്നത്. റബ്ബർ വിലയിടിവ് പിടിച്ചു നിർത്താനായി ഫണ്ട് അനുവദിക്കും എന്നതായിരുന്നു, ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കും എന്നതായിരുന്നു കേരളത്തിന്റെ ഒരു പ്രതീക്ഷ. അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് എംപിമാർ അടക്കമുള്ളവർ, വലതുപക്ഷവും ഇടതുപക്ഷവും എംപിമാർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട നിവേദനമൊക്കെ നൽകിയിരുന്നു. പക്ഷേ എന്നാൽ റബ്ബർ വിലയിടിവ് നേരിടാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയോ ഇറക്കുമതി തീരുവയോ കൂട്ടുകയോ ഈ ബഡ്ജറ്റിൽ ചെയ്തിട്ടില്ല. റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ വില തകർച്ച നേരിടാൻ ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൽ ഇടം നേടിയിട്ടില്ല. ഫാക്ട് പുനർജീവന പാക്കേജ്, ലൈറ്റ് മെട്രോ സംസ്ഥാനത്തിന് എയിംസ്, എയർ കേരള തുടങ്ങി കേരളം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ഇതെല്ലാം അവഗണിക്കപ്പെട്ടു. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഒന്നും വകയിരുത്തിയില്ല എന്നതും ശ്രദ്ധേയം. പൊതുമേഖലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച നാമമാത്രമായ തുക മാത്രമാണ് കേരളത്തിന് ലഭിച്ച ഏക ആശ്വാസം. കൊച്ചി മെട്രോയ്ക്ക് 450 കോടി രൂപ അനുവദിച്ചു. തുമ്പ VSSCക്ക് തുമ്പ VSSCക്ക് 1061.83 കോടി രൂപ. കൊച്ചി പോർട്ട് ട്രസ്റ്റിന് 33.3 കോടി രൂപ. കൊച്ചി ഷിപ്പ് യാർഡിന് 116 കോടി. ടീ ബോർഡിന് 121.98 കോടി രൂപ. കോഫി ബോർഡിന് 121.54 കോടി രൂപയും റബ്ബർ ബോർഡിന് 122.75 കോടി രൂപയും സ്പൈസസ് ബോർഡിന് 70.35 കോടി രൂപ അനുവദിച്ചു. കൂടാതെ കശുവണ്ടി വികസന ബോർഡിന് 4 കോടി രൂപയും അനുവദിച്ചു. ഇതാണ് സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സർക്കാർ അധിക നികുതി ചുമത്തിയ വ്യാപാരി കടയ്ക്കുള്ളിൽ ആത്മഹത്യ ചെയ്തു. അമ്പലപ്പുഴ ചിത്ര സ്റ്റോർ ഉടമ ശ്രീകുമാറാണ് ആത്മഹത്യ ചെയ്തത്. വ്യാപാര മേഖലയിൽ സർക്കാർ ചുമത്തിയ അധിക നികുതിയാണ് വ്യാപാരിയുടെ ജീവനെടുത്തത്. അമ്പലപ്പുഴ ചിത്ര സ്റ്റോർ ഉടമ ശ്രീകുമാറാണ് ഇന്ന് പുലർച്ചെയോടെ കടയ്ക്കുള്ളിൽ ആത്മഹത്യ ചെയ്തത്. 16 ലക്ഷം രൂപ സെയിൽ ടാക്സിനടക്കേണ്ട അവസാന ദിവസമായ ഇന്ന് ഇയാൾ കടയ്ക്കുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ നാളെ കടകളടച്ച് ഹർത്താൽ ആചരിക്കും. സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരെ ഏതാണ്ട് 16 ലക്ഷത്തോളം രൂപ അന്നന്ന് നിത്യവൃത്തിക്ക് കഴിയുന്ന ഇദ്ദേഹത്തിന് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിന് കാരണക്കാരൻ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. സെയിൽ ടാക്സിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനവും സമ്മർദ്ദവുമാണ് വ്യാപാരിയുടെ മരണകാരണമെന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സെയിൽ ടാക്സിൻ്റെ ആലപ്പുഴ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തെ നിരന്തരമായി പീഡിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം ഏതാണ്ട് ഒരു 16 ലക്ഷം രൂപയുടെ നോട്ടീസാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള കച്ചവടക്കാർക്ക് മൊത്തം
ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പുതിയ നയമനുസരിച്ച് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാതെ അവർക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർബന്ധിത തുക പിരിച്ചെടുക്കുന്നതിനിടയിലാണ് വ്യാപാരി ആത്മഹത്യ ചെയ്തത്. കുറ്റക്കാർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. മൃതദേഹവുമായി വ്യാപാരികൾ വിൽപ്പന നികുതി ഓഫീസ് ഉപരോധിച്ചു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഉപരോധം അവസാനിച്ചോ? മറ്റു വിവരങ്ങൾ? ഏകദേശം 1 മണിക്കൂർ നേരമാണ് വിൽപ്പന നികുതി ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ ഇന്ന് പുലർച്ചെ ആത്മഹത്യ ചെയ്ത ശ്രീകുമാറിന്റെ മൃതദേഹവുമായി പ്രതിഷേധ സമരം നടത്തിയത്. ജില്ലയിലെ മുഴുവൻ വ്യാപാരികൾക്കും ഇത്തരത്തിൽ അമിത നികുതി ചുമത്തിയതിനെതിരെയാണ് വ്യാപാരികൾ ഒന്നടങ്കം ശക്തമായി രംഗത്ത് വന്നത്. ബാറുകൾ അടച്ചുപൂട്ടിയതോടെ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കുകയും അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട വ്യാപാരികളിൽ അധിക നികുതി ചുമത്തുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി വ്യാപാരികൾ ഒന്നടങ്കം രംഗത്ത് വന്നത്. ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു തെറ്റായ നടപടി മൂലമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ ആത്മഹത്യ ചെയ്ത, അതായത് അദ്ദേഹത്തിന്റെ കടയ്ക്കുള്ളിൽ ആത്മഹത്യ ചെയ്ത വ്യാപാരിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ വിവിധ സംഘടനകൾ വിൽപ്പന നികുതി ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. സമരത്തിന് ശേഷം ഇപ്പോൾ മൃതദേഹവും ദേവസ്വത്തിലേക്ക് പോയേക്കാണ്. മൃതദേഹം ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കരിക്കും. നാളെ സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപാരി വ്യവസായ കേന്ദ്രത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് VS-നും പിണറായിക്കും തടസ്സമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികൾ പട്ടികയിലുണ്ടാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചർച്ച ചെയ്യാൻ പോവുകയാണുള്ളത്. ഈ നേതാക്കന്മാർക്ക് മത്സരിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള LDF-ന് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നവരുണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പിലും മുൻകൂട്ടി ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് സ്ഥാനാർത്ഥിയെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഒരു ഇലക്ഷൻ നേരിട്ടിട്ടില്ല. DGP ജേക്കബ് തോമസിനെ പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത നടപടികളാണ് താൻ ശുപാർശ ചെയ്തതെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ശുപാർശയെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് ഉപദേശം നൽകാൻ ഞാൻ ആളല്ലെന്നും ജിജി തോംസൺ പ്രതികരിച്ചു. 1 വർഷവും 1 മാസവും നീണ്ട ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്നുള്ള വിടവാങ്ങൽ വാർത്താ സമ്മേളനത്തിലാണ് വിവാദങ്ങൾക്കെല്ലാം ജിജി തോംസൺ മറുപടി നൽകിയത്. DGP ജേക്കബ് തോമസിനെ പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത നടപടികളാണ് താൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ശുപാർശയെന്നും ജിജി തോംസൺ വ്യക്തമാക്കി. എനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു കടലാസ് കിട്ടി, നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഡിസിപ്ലിൻ കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് കത്ത് തന്ന സമയത്താണ് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് 3ാമത് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹം നൽകിയ മറുപടി ഈ പ്രാവശ്യം തൃപ്തികരമല്ല. അതുകൊണ്ട് അതിനകത്ത് കർശനമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് മേജർ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനാണ്. ധനകാര്യ സെക്രട്ടറി KM എബ്രഹാം നിയമാനുസൃതമാണ് പോയതെന്നും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് എന്ന തന്റെ പുതിയ നിയമനത്തെക്കുറിച്ചുള്ള ജിജി തോംസന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതാണ് ചെയ്തത്. അല്ലാതെ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത ഇലക്ഷന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കാനൊന്നും അല്ല. അതിന് ഞാൻ ആളല്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല. പാമോയിലിൻ ഇടപാടിൽ മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഒരു സിവിൽ സർവന്റിന് മന്ത്രിസഭാ തീരുമാനം ചോദ്യം ചെയ്യാനാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അപ്പോൾ ഒരു സിവിൽ സർവന്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കിയേ മതിയാവുള്ളൂ. ഏതെങ്കിലും ഒരു ഓഫീസർക്ക് അതിനെതിരെ തീരുമാനമെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഓപ്പറേഷൻ അനന്തയാണ് തന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന പദ്ധതി. വിവാദങ്ങൾ എന്നെ തളർത്തിയിട്ടില്ലെന്നും പിന്തുണയ്ക്കുകയും വിമർശിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിയാണ് അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാകാൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ഛൻ BJP-ക്കെതിരായിട്ടും മകൻ BJP-ക്ക് അനുകൂലമായിട്ടും സംസാരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് BDJS ഇപ്പോൾ തന്നെ ചാപിള്ളായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിക്ക് സർട്ടിഫിക്കറ്റ്, വെള്ളാപ്പള്ളി നടേശൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഉമ്മൻചാണ്ടിക്ക് ഇത്തവണ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്. ഈ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന് ഇപ്പം പറയുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച്
ശങ്കർ പ്രതിമ അനാച്ഛാദനം കൊല്ലത്ത് നടന്നപ്പോൾ പറഞ്ഞെന്താ, അദ്ദേഹത്തെ ഈ പരിപാടിക്ക് പോലും ക്ഷണിക്കാൻ പാടില്ല. ഉമ്മൻചാണ്ടിയെ ഞാൻ പരിപാടിക്ക് പോലും ക്ഷണിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് കാരണം എന്താ? കേരള കോൺഗ്രസിൽ നിലവിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇത് പരിഹരിക്കാൻ കോൺഗ്രസ് സഹായിക്കണമെന്നും കെ എം മാണി. പി ജെ ജോസഫ് ഞാനുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് പാർട്ടിക്കകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ എങ്ങോ നിന്നോ ഉണ്ട്. UDF സീറ്റ് ഡിസ്കഷൻ വരുന്നതിന് മുമ്പ്, കേരള കോൺഗ്രസ് സീറ്റ് ഡിസ്കഷൻ വരുന്നതിന് മുമ്പ് മീഡിയ ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയാൾക്ക് സീറ്റ്, ഇനിയാൾക്ക് സീറ്റില്ല, അങ്ങനെ ഇതാര് പറഞ്ഞു? കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന് ഏതൊക്കെ സീറ്റുകളാണോ ആ സീറ്റുകൾ നിർത്തേണ്ട ആളുകൾ ആരാണോ അതൊക്കെ പാർട്ടി വേണ്ട സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കും, തീരുമാനിക്കും. അതിൽ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ വളരെ സമർത്ഥരായ പൊതുജന സമ്മതരായ ആളുകളാണ്. അവരൊക്കെ നിയമസഭയിലേക്ക് വരേണ്ട ആളുകളാണ്. ആ ശ്രമിക്കുന്ന സീറ്റ് വേണമല്ലോ. ആ സീറ്റ് കൂടുതൽ നമുക്ക് അഡീഷണലായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും മഹാമനസ്കതയോടെ ഈ കാര്യങ്ങൾ കാണണം. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉടൻ അവസാനിപ്പിക്കുമെന്ന് പി ജെ ജോസഫ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. എന്നാൽ പി സി ജോസഫിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് പി ജെ ജോസഫ് മറുപടി നൽകിയില്ല. അത് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടന്നിട്ടില്ല, മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിവൈഎഫ്ഐ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ മലപ്പുറം തിരൂരിൽ തുടക്കമാകും. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സെമിനാറുകൾ, കഥാമത്സരങ്ങൾ, സാഹിത്യ സംവാദങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നാദാപുരത്തെ സഖാവ് ഷിബിൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും ഗുരുവായൂർ സത്യാഗ്രഹ പന്തലിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും സഖാവ് സൈദാലിയുടെ ജന്മനാട്ടിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ജാഥയും സമ്മേളനത്തിൻ്റെ ആവേശം വാനോളം ഉയർത്തിക്കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് TV രാജേഷ് MLA പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്താണ് 13ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. MP രാജേഷ് MP, A വിജയരാഘവൻ, പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സെമിനാർ തിരൂർ ടൗൺ ഹാളിൽ MA ബേബി ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസം പ്രതിനിധി സമ്മേളനം. തുടർന്ന് നടക്കുന്ന മതനിരപേക്ഷ സെമിനാറും JNU ഐക്യദാർഢ്യവും MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച 1,00,000 പേർ പങ്കെടുക്കുന്ന യുവജന റാലിയും തിരൂരിൽ നടക്കും. വൈകിട്ട് പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. യൂസഫ് തരിഗാമി, അഭോയ് മുഖർജി തുടങ്ങിയവരും സമ്മേളനത്തിനെത്തും. മലപ്പുറത്തെ മതേതര യുവത്വത്തിന് പുതിയ രണവീര്യം പകർന്നാവും സമ്മേളനത്തിന് കൊടിയിറങ്ങുക. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 88ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരങ്ങൾ തൂത്തുവാരി മാഡ്മാക്സ് ഫ്യൂറി റോഡ്. മാഡ്മാക്സ് 6 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. സ്പോട്ട്ലൈറ്റ് ആണ് മികച്ച ചിത്രം. ദ റെവനന്റിലൂടെ ലിയോനാർഡോ ഡിക്കാപ്രിയോയ്ക്ക് മികച്ച നടനുള്ള ആദ്യ ഓസ്കാർ സ്വന്തമാക്കി. ബ്രീ ലാർസൺ ആണ് മികച്ച നടി. ഇന്ത്യൻ വംശജൻ ആസിഫ് കവാഡിയ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. ലിയോനാർഡോ ഡികാപ്രിയോ നായകനാകുന്ന ഇന്നറിറ്റു ചിത്രം ദി റെവനന്റും ജോർജ് മില്ലറിന്റെ മാഡ്മാക്സ് ഫ്യൂറി റോഡുമാണ് മത്സരത്തിന്റെ മുൻനിരയിലുള്ളത്. റെവനന്റിന് 12 നോമിനേഷനുകളും മാഡ്മാക്സിന് 10 നോമിനേഷനുകളുമുണ്ട്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായി 8 സിനിമകളാണ് മത്സരിക്കുന്നത്. ദ ബിഗ് ഷോട്ട്, ബ്രിഡ്സ് പ്രൈഡ്, ബ്രൂക്ലിൻ, മാഡ്മാക്സ് ഫ്യൂറി റോഡ്, ദ മാർഷ്യൻ, ദ റെവനന്റ്, റൂം, സ്പോട്ട്ലൈറ്റ് എന്നിങ്ങനെ 8 ചിത്രങ്ങളാണ് മത്സരരംഗത്തുള്ളത്. ജനപ്രീതിയിലും കലാമൂല്യവും ഒരുപോലെ കോർത്തിണക്കിയ സിനിമകളാണ് ഇത്തവണ അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. ദി ബിഗ് ഷോട്ടിന്റെ സംവിധായകൻ ആദം മക്കെ, മാഡ്മാക്സ് ഫ്യൂറി റോഡ് സംവിധായകൻ ജോർജ് മില്ലർ, ദ റെവനന്റിലൂടെ അലക്സാൻഡ്രോ ഗോൺസാലസ് ഇനറിറ്റു, റൂമിന്റെ സംവിധായകൻ ലെനി അബ്രഹാം സൻസെ, സ്പോട്ട്ലൈറ്റിന്റെ സംവിധായകൻ ടോം മക്കാർത്തി എന്നിവരാണ് മികച്ച സംവിധായകനുള്ള തലപ്പാവണിയാണ് ഒരുങ്ങുന്നത്. കേറ്റ് ബ്ലാങ്കറ്റ്, ബ്രീ ലാർസൺ, ജെന്നിഫർ ലോറൻസ്, ഷാർലറ്റ് റാപ്ലിംഗ് എന്നിവരാണ് മികച്ച നടിമാരുടെ അന്തിമ പട്ടികയിൽ. മൊത്തം 24 വിഭാഗങ്ങളിലായാണ് അക്കാദമി അവാർഡുകൾ. പ്രത്യേകാതിഥിയായി ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും ഓസ്കാർ വേദിയിലെത്തും. കോമഡി താരം ക്രിസ് റോക്കാണ് പരിപാടിയുടെ അവതാരകൻ. ഇന്റർനാഷണൽ. കേരള സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. M തോമസ് മാത്യുവിന് കാവാലം നാരായണ പണിക്കർക്കും വിശിഷ്ട അംഗത്വം, 6 പേർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്.
ദിൽജിത്ത്, ആർക്കൊക്കെയാണ് പുരസ്കാരം? മറ്റു വിവരങ്ങൾ. അഞ്ജു, 2014 വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡുകളാണ് ഇപ്പോൾ ഒരു വർഷത്തിലധികം വൈകിയാണ് ഇപ്പോൾ അവാർഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നൽകി ഫെലോഷിപ്പോടുകൂടി പ്രൊഫസർ എം തോമസ് മാത്യു, കാവാലം നാരായണ പണിക്കർ എന്നിവർക്കാണ് വിശിഷ്ടാംഗത്വം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 6 പേർക്കാണ് നൽകിയിരിക്കുന്നത്. ശ്രീധരൻ ചെമ്പാട, വേലായുധൻ പണിക്കശ്ശേരി, ഡോക്ടർ ജോർജ് ഇരുമ്പയം, മേതിൽ രാധാകൃഷ്ണൻ, ദേശമംഗലം രാമകൃഷ്ണൻ, ചന്ദ്രകല എസ് കമ്മത്ത് എന്നിവർക്കാണ് ഇത്തരത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള അക്കാദമി അവാർഡുകളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കവിതാ വിഭാഗത്തിൽ PN ഗോപികൃഷ്ണനാണ് പുരസ്കാരത്തിന് അർഹനായത്. ഗോപികൃഷ്ണന്റെ ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത്. നോവൽ വിഭാഗത്തിൽ TP രാജീവനാണ് പുരസ്കാരത്തിന് അർഹനായത്. നാടക വിഭാഗത്തിൽ VK പ്രഭാകരനും ചെറുകഥയിൽ VR സുധീഷും പുരസ്കാരത്തിന് അർഹനായി. സാഹിത്യ വിമർശനത്തിൽ ഡോക്ടർ M ഗംഗാധരന്റെ ഉണർവിന്റെ ലഹരിയിലേക്ക് എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിന് അർഹമായത്. വൈജ്ഞാനിക ഗ്രന്ഥത്തിൽ ഡോക്ടർ A ആറ്റുവന്റെ പരിസ്ഥിതി പഠനം ഒരാമുഖം എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായത്. മികച്ച ജീവചരിത്രം ആത്മകഥ എന്നീ വിഭാഗത്തിൽ CV ബാലകൃഷ്ണന്റെ പരൽമിൻ നീന്തുന്ന പുഴ എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായത്. യാത്രാ വിവരണ വിഭാഗത്തിൽ KA ഫ്രാൻസിസ് രചിച്ച ഒറ്റക്കാടും ശ്രീയാത്തൂണും ബാലിദ്വീപും എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. മികച്ച വിവർത്തന കൃതിക്ക് സുനിൽ അഞ്ഞാളിയത്തിന്റെ ചേർഖേൽ ബാലി എന്ന പുസ്തകം പുരസ്കാരത്തിന് അർഹമായി. അതോടൊപ്പം തന്നെ ഹാസ്യ സാഹിത്യത്തിൽ TG വിജയകുമാർ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു വർഷത്തിലധികം വൈകിയാണ് 2014 സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഞ്ജു, 2014 കേരള സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ച വിവരങ്ങളാണ് സിജിദിൽ. റബ്ബർ വിലയിടിവും ദുരിത ജീവിതവും പ്രതിഫലിച്ച് അരുവിക്കര നിയമസഭാ മണ്ഡലം. ഗതാഗത സൗകര്യക്കുറവും വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളും മണ്ഡലത്തിൽ പ്രചാരണ വിഷയം. KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി UDF മുന്നോട്ടു പോകുമ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് പ്രതിപക്ഷവും സജീവമെന്ന് MR സജേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. അരുവിക്കരയുടെ മലയോര മേഖലയാകെ റബ്ബറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. റബ്ബറിന് വിലസ്ഥിരതയുണ്ടാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാകാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. 150 രൂപ സർക്കാർ ഉറപ്പ് നൽകുമ്പോൾ 87 രൂപ മാത്രമാണ് കർഷകന് കിട്ടുന്നത്. ഏർപ്പെടുത്തുന്നൊക്കെ പറയുന്നു, പക്ഷേ സാധാരണക്കാർക്കൊന്നും കിട്ടില്ല. കിട്ടുന്നത് എസ്റ്റേറ്റ് മാനേജ്മെന്റിനൊക്കെ കിട്ടും, അതല്ല ചെറുകിടക്കാർക്കൊന്നും അത് പ്രാബല്യത്തെ. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? കാരണം ടാപ്പിംഗ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് പണി നടന്നില്ല. ആഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഒക്ടോബർ വരെ പണി നടന്നിട്ടില്ല. ചെറുകിട റബ്ബർ കടകൾ അടച്ചുപൂട്ടി, റബ്ബർ മുറിച്ചുമാറ്റി കർഷകർ മറ്റു വിളകളിലേക്ക് നീങ്ങുന്നു. റബ്ബറിനൊപ്പം റോഡുകളുടെ ശോചനീയാവസ്ഥയും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. റോഡ് എഞ്ചിനുകൾ, എങ്ങും കൂട്ടിയിട്ട മെറ്റലുകൾ, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള തട്ടിക്കൂട്ടുപണിയുടെ തകൃതിയിലാണ് അരുവിക്കരയുടെ ഉൾഗ്രാമങ്ങളെല്ലാം. അവിടെ നീറുന്ന പ്രശ്നങ്ങളായിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കെല്ലാം അറിയാം, റോഡിൻ്റെ ആയിരുന്നു. അതിലിപ്പോൾ വെളനാട് ചെറ്റച്ചൽ കേരളത്തിലെ ആദ്യത്തെ സ്പെഷ്യൽ പാക്കേജ് റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ 3 പഞ്ചായത്തുകൾ, അരുവിക്കര, വെളനാട്, പൂവച്ചൽ തൊട്ടുള്ള റോഡിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. 12 കിലോമീറ്റർ സ്ട്രെച്ച് ഇപ്പോൾ വർക്കിൻ്റെ അവസാന ഘട്ടമാണ്. 12 കിലോമീറ്റർ BMBCA വരുന്നു. അതിനോടൊപ്പം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന് കുറേ റോഡുകൾ, ഒരു 50ഓളം റോഡുകളുടെ മെയിൻ്റനൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു റോഡും അപൂർവം ചില റോഡുകളിൽ പാച്ച് വർക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനും പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പാച്ച് വർക്ക് കുറച്ച് കുണ്ടുകുഴിയൊക്കെ അപൂർവം ചില എല്ലാ റോഡിലുമില്ല. അവിടെ LDFിൻ്റെ നേതൃത്വത്തിൽ മാത്രമല്ല, നാട്ടുകാർ ഉൾപ്പെടെ സംഘടിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് 2 പ്രക്ഷോഭം നടന്നു. റോഡുകൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി 8 പഞ്ചായത്തുകളുണ്ട്. കുടിവെള്ള സ്രോതസ്സായ അരുവിക്കര ഡാമിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന വാഗ്ദാനം ഇനിയും പാലിക്കപ്പെടാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഡാമിൽ ഇപ്പോഴും ഗാർഹിക മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ കൂട്ടത്തോടെ തള്ളപ്പെടുന്നു. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും ദാരിദ്ര്യവും ഇടതുമുന്നണിയും BJPയും ഉന്നയിക്കുമ്പോൾ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെ മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് UDF നേതാക്കൾ.